എന്താ ഇത്? അല്ല, അവയവങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് നോക്കായിരുന്നു. വേദന നല്ല കുറവുണ്ട്. ശരീരോട്ട് ഇളക്കാനല്ല, റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഓ അത് ടെസ്സിക്കുള്ളതാ. ഓ ആ എന്തെങ്കിലും വേണോ? എന്തോ അത്? ഇതെന്തുവാന്നറിയില്ലേ? ചോക്ലേറ്റ്. എന്ത് ചോക്ലേറ്റ്? വായിച്ചേ. ഇതെന്തക്ഷര? ഇതോ? പൂച്ച. ഏത് ആൽഫബറ്റ് ആണെന്നാ ചോദിച്ചത്? Who is the first president of India? Dr. Rajendra Prasad. Who is the father of nation? തീർന്നു. Who is your class teacher? Boss. എന്താ അവര് എന്താ മോളെ? മിനർവ സ്കൂളിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നല്ലേ പറഞ്ഞത്? ആ കുട്ടിക്ക് ഇംഗ്ലീഷിൽ ഒരു അക്ഷരം പോലും അറിയില്ല. ആണോ? ചിലപ്പോ ശരിയായിരിക്കും. ക്യാറ്റ് പുറത്തു നോക്കോ. The child is illiterate. ഒരച്ഛനും മകളെ ഇങ്ങനെ വളർത്തില്ല. തത്തയെ പഠിപ്പിക്കും പോലെ കുറെ ഇംഗ്ലീഷ് അവളുടെ വായിൽ തിരികെ വെച്ചിട്ട് ആളെ പറ്റിക്കാൻ നടക്കുക. ഇതാ കുട്ടിയോട് കാണിക്കുന്ന ക്രൂവൽറ്റിയാണ്. അടങ്ങ്. പറഞ്ഞിട്ട് പോ. എന്തിനാ കുട്ടിയോട് ഇങ്ങനെ? ഇല്ലെങ്കിൽ ഞാൻ ഇത് പ്രശ്നമാക്കും. എനിക്കിപ്പോ വേണേലും 1000 കളവ് നിങ്ങളുടെ മുഖത്തോക്കി പറയാം. കാരണം എന്റെ ജീവിതം തന്നെ ഒരു കളവാ. ഞാൻ തന്നെ ഒരു കളവാണ്. പക്ഷെ നിങ്ങൾ പ്രശ്നമാക്കുന്ന ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് സത്യം പറയാൻ എനിക്ക് തോന്നുന്നു, മിനർവ സ്കൂളിന്റെ എന്നല്ല, ഒരു സ്കൂളിന്റെ മുറ്റത്ത് വരെ പോയിട്ടില്ല അവൾ ഇന്ന് വരെ. ഞാനും. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ആ കുട്ടിയോട് കാണിക്കുന്ന എന്തോ ആണെന്ന്. ശരിയാ, ക്രൂരതയാ. അതൊരച്ഛൻ മകളോട് കാണിക്കുമ്പോ കുറെയൊക്കെ കണ്ടില്ലാന്ന് അടിച്ചേക്കണം. പക്ഷെ അങ്ങനെ കാണിക്കുന്നത് അവളുടെ അച്ഛൻ അല്ലെങ്കിലോ? ക്യാറ്റന്റെ മകളല്ല, ഈ മോസ് അവളുടെ അച്ഛനും അല്ല. ഇത്രയും പോരെ പ്രശ്നാക്കാൻ? അവളുടെ അമ്മ ചത്തുപോയി. അവളുടെ അമ്മയുടെ പേര് മേൽവിലാസമൊന്നും എനിക്കറിയില്ല. പക്ഷെ അവര് ചാകുന്നത് രസത്തോടെ ഞാൻ കണ്ടു നിന്നു. പണ്ടായിരുന്നു, 7 വർഷം പണ്ട്. ഞാനൊരു സെക്കൻഡ് ഷോയും കണ്ട് മടങ്ങുകയായിരുന്നു. നോട്ടപ്പുള്ളി ആയതുകൊണ്ട് പോലീസുകാർ എന്നിട്ട് ഓടിച്ചു. ഒളിച്ചത് സർക്കാർ ആശുപത്രിയിലെ ഒരു വാർഡിൽ. അവിടെ അടുക്കിയിട്ടതുപോലെ മനുഷ്യന്മാർ കിടന്നുറങ്ങുന്നു. ഒരുത്തി മാത്രം എന്തൊക്കെയോ പരവേശം കാണിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. തൊട്ടടുത്തൊരു ചോരക്കുഞ്ഞും. ഞാൻ അടുത്ത് ചെന്ന് ആ സ്ത്രീയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്താ കണ്ണുകൾ? അതെന്നെ നോക്കില്ലായിരുന്നു, എന്നെ തുളച്ചു തുറന്ന് വേറെന്തിനെയാണ് നോക്കിയത്. ആ കണ്ണുകളിലാ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ആ സാധനത്തെ കാണുന്നത്, മരണത്തെ. ഞാൻ നോക്കി നിന്നു. അവര് മരിച്ചു കഴിഞ്ഞപ്പോ എന്റെ രസമൊക്കെ പോയി. പെട്ടെന്ന് കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴെനിക്ക് വെളിവ് വന്നത്. മരിക്കാൻ നേരം ആ സ്ത്രീ പറഞ്ഞത് എന്റെ കുഞ്ഞിന് ആരുമില്ല, അതിനെ നോക്കിക്കൊള്ളുന്ന മറ്റായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഓടിക്കളയാനാ തോന്നിയത്. പക്ഷെ തിരിഞ്ഞപ്പോ പോലീസുകാർ ആശുപത്രിയുടെ മുറ്റത്ത്. ഞാൻ ആ കരയുന്ന കുഞ്ഞിനെടുത്ത് തോളിൽ വെച്ചു. ദാ ഇങ്ങനെ മുഖം മറച്ച് പോലീസുകാരുടെ മുമ്പിൽ കൂടി ഒറ്റ നടത്തുക. വഴിയിലൊരു പൂച്ചക്കുഞ്ഞിനെ കിട്ടിയ നമുക്കൊരു ഇഷ്ടവും രസമൊക്കെ തോന്നില്ലേ? അതുപോലെയായിരുന്നു എനിക്കും. ചിലരൊക്കെ എന്നെ പേടിപ്പിച്ചു. അന്വേഷിച്ച ആള് വരും, കൊലപാതകത്തിന് ഉത്തരം പറയണമെന്നൊക്കെ. എന്നാ വരട്ടെ, ഒന്ന് കാണണമല്ലോ ഒന്ന് ഞാനും. ഇതിനിടയിലെ ആശുപത്രിയിൽ ചെന്ന് മരിച്ച സ്ത്രീയെപ്പറ്റി അന്വേഷിച്ചു. അത് വേറെ രസം. ആശുപത്രിക്കാരുടെ ബുക്കിലൊന്നും
അവരെക്കുറിച്ച് ഒരു രേഖയില്ലായിരുന്നു. ഞാൻ കാത്തിരുന്നു. പോലീസും പട്ടാളവും വേണ്ടപ്പെട്ടവരൊന്നും വരാതായപ്പോ എന്റെ രസം പോയി. ഞാൻ ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ കളഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. പൂച്ചയുടെ കരച്ചിലും അമ്മയുടെ തുരന്നു കയറുന്ന നോട്ടവും ആ കുഞ്ഞിന്റെ മുഖവും ആകെ എനിക്കൊരു പരിവേശം. ഞാൻ ആ അനാഥാലയത്തിൽ കയറി കൊച്ചിനെ കട്ടെടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെയും കളഞ്ഞു, പിന്നെയും കട്ടെടുത്തു. അതീ പിന്നെ കളയലിന്റെയും കട്ടെടുക്കലിന്റെയും ഒരു ഘോഷയാത്രയായിരുന്നു. അതിനിടയിൽ പഠിപ്പിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി, നടന്നില്ല. എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണമല്ലോ. അതുകൊണ്ട് ചില്ലറ നുണകളും കളവുകളും ഒക്കെ പറഞ്ഞ് ഇതുപോലെ കുറെ വേഷവും കെട്ടി പുറമ്പൂച്ചും കാണിച്ച് അങ്ങനെ അങ്ങോട്ട് പോണു. ആ, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. പക്ഷേ എന്റെ പൂച്ചക്കുഞ്ഞിനെ എന്നിൽ നിന്ന് പിടിച്ചകറ്റാൻ ശ്രമിച്ച വേണ്ട വാസ്തവ, അത് മാത്രം വേണ്ട. ഇതെല്ലാം ടെസ്സിക്ക് അറിയാവോ? പിന്നെ അവളുടെ അമ്മ മരിക്കാൻ നേരത്ത് കാണിച്ച വെപ്രാളവും ആ കണ്ണുകൾ തുറന്നു മറിയുന്നുമൊക്കെ ഞാൻ അവൾക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. അതൊക്കെ കാണുമ്പോ എന്താ അവളുടെ ചിരി. ഇതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന, മറ്റാരും ഒരിക്കലും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മാത്രം രഹസ്യ. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞുപോയി. ഞങ്ങളോട് ഇനി ഇഷ്ടവും സഹതാപവും ശോകവും ഒക്കെ തോന്നും. അതൊക്കെ കുഴപ്പാ. അതുകൊണ്ട് പോകുക ഇപ്പൊ തന്നെ. നിക്ക്, വേണ്ട. ഞാനിതൊക്കെ അറിഞ്ഞൊന്നും വെച്ച് പോണ്ട. എവിടെയാ അവള്? കാറ്റ്, കാറ്റ്. ആ, നിക്ക്, പോവാൻ വരട്ടെ. പോവാം. ടെസ്സി, ഒരു നിമിഷം. ഇനി അവളെ എവിടെയെങ്കിലും കളയുവാണെങ്കിൽ അതിവിടെ ആയിക്കോട്ടെ. ഹായ്, ഇവിടെ കളഞ്ഞ പിന്നെ ഞാൻ എങ്ങനെ കട്ടെടുക്കും? പറ, എങ്ങനെ കട്ടെടുക്കും? 1, 2 അല്ലല്ലോ, നിറയെ ജോലിക്കാരെയല്ല അവിടെ ഇവിടെ കാവലിനിട്ടിരിക്കുന്നത്. അല്ലേലും ഇനി കളയിലുമില്ല, കട്ടെടുക്കലുമില്ല.